നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് തൃശൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രത്തിലാണ്. വെളിയന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രം. ഒത്തിരി ചൈതന്യവത്തായ ഒരു ദേവീക്ഷേത്രമാണിത്. നമുക്ക് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ആ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ഈ ക്ഷേത്രവിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ തൃശൂർ നഗരാതിർത്തിയിൽ തന്നെ വെളിയന്നൂർ എന്ന സ്ഥലത്ത് വെളിയന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ സഹോദരിയാണ് ഇവിടെ വാഴുന്ന ഭഗവതി എന്നൊരു വിശ്വാസമുണ്ട്. 108 ദുർഗാലയ സ്തോത്രത്തിൽ പരാമർശിക്കുന്ന വെളിയന്നൂർ എന്ന പദം ഈ ദേവീക്ഷേത്രത്തിനെ ഉദ്ദേശിച്ചാണ് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 108 ദുർഗാലയ സ്തോത്രത്തിൽ പറയുന്ന ആ വെളിയന്നൂർ ക്ഷേത്രം ഈ ക്ഷേത്രമല്ലെന്നും മറിച്ച് തിരുവനന്തപുരത്തുള്ളൊരു ക്ഷേത്രമാണെന്നും വേറൊരു വാദമുണ്ട്. ഇവിടെ അന്വേഷിച്ചപ്പോഴും 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമല്ല ഇത് എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞ് മനസ്സിലായത്. തിരുമാന്താംകുന്ന് ഭഗവതി പാറമേക്കാവിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെയും വന്നിരുന്നു എന്നൊക്കെ വാമൊഴികളുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ക്ഷേത്രത്തിന് അനുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ആധികാരികമായ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ലഭ്യമല്ല. വളരെ പണ്ട് ഇവിടെ ഭഗവതിയുടെ പ്രതിഷ്ഠ വാൽക്കണ്ണാടി പ്രതിഷ്ഠ ആയിരുന്നുവത്രേ. ഇപ്പോൾ ശിലാപ്രതിഷ്ഠയിൽ സ്വർണ്ണ നിറത്തിലുള്ള ഗോളക ചാർത്തിയിട്ടുണ്ട്. 4 തൃക്കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് ഒരു കാൽ മടക്കി മറ്റേ കാൽ താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഭാവത്തിലാണ് ജഗദംബിക ഇവിടെ പരിശോഭിക്കുന്നത്. ശാന്തഭാവത്തിലാണ് ഭദ്രകാളി ദേവി ഇവിടെ പ്രകാശിക്കുന്നത് എന്നതൊരു വലിയ പ്രത്യേകതയാണ്. ഇരുനില ചതുര ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി വെളിയന്നൂർ കാവിലമ്മ പ്രകാശിക്കുന്നു. ശ്രീകോവിലിൻ്റെ വടക്ക് വശത്തുള്ള ദ്വാരം ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് എന്നതിൻ്റെ സൂചനകൾ തരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഭദ്രകാളി ചൈതന്യത്തോടൊപ്പം ദുർഗാ ചൈതന്യവും ഇവിടെ ഉണ്ട് എന്ന് ചില പഴമക്കാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടത്രേ. എന്നാൽ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഭദ്രകാളി ചൈതന്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ശാന്തഭാവം ഭഗവതിക്കുള്ളതിനാലാവണം സാധാരണ കാളീക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഗുരുതി ഇവിടെ നടക്കാറില്ല. എന്നാൽ മണ്ഡലകാലം മുഴുവനും ഇവിടെ കളംപാട്ട് നടക്കാറുണ്ട്. നാലമ്പലത്തിനകത്ത് ഗണപതിയും പുറത്ത് അയ്യപ്പസ്വാമിയും ഉപദേവന്മാരായി കുടികൊള്ളുന്നു. മീനമാസത്തിലെ മകം നക്ഷത്രം പ്രതിഷ്ഠാദിനമാണ്. അന്ന് ഭഗവതിയുടെ പിറന്നാൾ കൂടിയാണ്. ദർശന പ്രാധാന്യമുള്ള കലശമാടൽ അന്ന് നടക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രധാന ആണ്ടുവിശേഷമായ വിഷുവേലാഘോഷം വിഷുവിൻ്റെ അന്ന് കൊടിയിറങ്ങുന്നു. അതീവ വിപുലമായിട്ടാണ് വിഷുവേല ഇവിടെ കൊണ്ടാടാറുള്ളത്. വിഷുവേലയോടനുബന്ധിച്ച് നവകം, പഞ്ചഗവ്യം, ശീവേലി, കൊടിക്കൽപ്പറ, ആറാട്ട്, മേളം എന്നിവ ഇവിടെ നടക്കാറുണ്ട്. പുലിയന്നൂർ മനയ്ക്കാണ് താന്ത്രിക അവകാശമുള്ളത്. നവരാത്രിയും ഇവിടെ വിശേഷാൽ ആചരിക്കപ്പെടുന്നു. വെളിയന്നൂർ കാവ് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. കളഭാട്ടം, മഞ്ഞൾ അഭിഷേകം, ചുറ്റുവിളക്ക്, ഭഗവതി സേവ, ത്രിമധുരം, അർച്ചനകൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളും ഈ ക്ഷേത്രത്തിലുണ്ട്. അതീവ ചൈതന്യവത്തായ ഈ ദേവീക്ഷേത്രത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദർശനം നടത്തിയപ്പോൾ അഭൗമമായൊരു ചൈതന്യം അനുഭവപ്പെട്ടിരുന്നു. ശക്തി ചൈതന്യത്തിൻ്റെ ആ വശ്യത അന്ന് തന്നെ തിരിച്ചറിഞ്ഞതിനാലാണ് ഇന്ന് വ്ലോഗ് ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നത്. ഇത്തരം കൊച്ചു ക്ഷേത്രങ്ങളും നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. അതീവ മനോഹരമായ ചൈതന്യവത്തായ ഒരു ദേവീക്ഷേത്രം തന്നെയാണിത്. ഇന്ന് ഉച്ചരിച്ച വാക്കുകൾ വെളിയന്നൂർ കാവിലമ്മയുടെ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി ഭവിക്കട്ടെ. സർവമംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഇനി ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത് എന്ന് ഇവിടെ വാഴും ആ ജഗദീശ്വരി തന്നെ തീരുമാനിക്കട്ടെ. ജയ ഭഗവതി ദേവി നമോ വരദേ, ജയ പാപവിനാശിനി ബഹുബലദേ, ജയ ശുംഭ നിശുംഭ കപാലധരേ, പ്രണമാമി തു ദേവി നരാർത്തിഹരേ. ജഗദംബികാ
സ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.